എക്സസൈസ് ചെയ്യൂ, ഓടിക്കളിക്കൂ, ചാടിക്കളിക്കൂ, നിന്റെ തടി കുറഞ്ഞോളും. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ എല്ലാ പണികളും ചെയ്യുന്നുണ്ട്, ഞാൻ ഭക്ഷണം അധികം കഴിക്കുന്നില്ല, എന്നിട്ടും എൻ്റെ വെയിറ്റ് കുറയുന്നില്ല. എന്തുകൊണ്ട്? ഇപ്പോൾ കഴിഞ്ഞ 2500 വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഫാമിൻ, അതായത് ദാരിദ്ര്യം കാരണം കൊണ്ട് എപ്പോഴാണോ ഭക്ഷണം കിട്ടുന്നത് അതൊക്കെ പോയിട്ട് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥിതി വിഷയം. അങ്ങനത്തെ ഒരു ജനറ്റിക്സ് ആണ് നമുക്ക് കിട്ടിയത്. പലരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം എന്നാണ്. നേരെ നമ്മൾ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. 100 പേഷ്യൻസ് നമ്മൾ എടുത്തപ്പം അതിൽ ഏകദേശം 40 പേഷ്യൻസ് ക്യാൻസറായി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ. 40 പേരുടെയും കാരണം ഡയറക്ട്ലി ലിങ്ക് ടു ഒബീസിറ്റി ആയിരുന്നു. നമ്മൾ എത്രത്തോളം കൂടുതൽ മധുരം കഴിക്കുന്നു, അത് ആർട്ടിഫിഷ്യൽ ഷുഗർ, നമ്മൾ മധുരം ആഡ് ചെയ്തുള്ള സാധനങ്ങളെല്ലാം കഴിക്കുന്നു, ഈവൻ ചോക്ലേറ്റ്, പേസ്റ്റ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അൾട്ടിമേറ്റ്ലി എല്ലാം ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൽക്കഹോളും സ്മോക്കിങ്ങും കൂടെ കോൺട്രിബ്യൂഷനും ഒരു പരിധിവരെ കുറേ പേർക്ക് കോൺട്രിബ്യൂഷനും കൂടി ഉണ്ടെന്നാണ് കാണുന്നത്. എല്ലാറ്റിലും എന്നപോലെ ഒബിസിറ്റിയിലും കേരളം നമ്പർ 1 ആയി കൊണ്ടിരിക്കുകയാണ്. ഒബിസിറ്റി എന്താണെന്നുള്ളതും അമിതവണ്ണം എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് പറയുന്ന കാര്യം എന്താണെന്നുള്ളതും അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കൂടെ ജോയിൻ ചെയ്യുന്നു ഡോക്ടർ ബിജു ഐക്ക്, സീനിയർ കൺസൾട്ടന്റ് HOD ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗ്യാസ്ട്രോൻട്രോളജി BMH, അതേപോലെ തന്നെ ഡോക്ടർ പ്രദീപ് കുമാർ, സീനിയർ കൺസൾട്ടന്റ് ഇൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഞാൻ ഡോക്ടർ സമീർ സക്കീർ ഹുസൈൻ, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗ്യാസ്ട്രോൻട്രോളജിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ബിജു സാറിനോട്. സർ, ഒരുപാട് ഒബിസിറ്റി റിലേറ്റഡ് കണ്ടീഷൻസ് സർ ഡേ ടു ഡേ ക്ലിനിക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ഫാറ്റി ലിവർ ആയാലും സാറിൻ്റെ ലിവർ ഡിസീസ് പേഷ്യൻസ് ആയാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ സർ ഒബിസിറ്റി എന്നുള്ള അല്ലെങ്കിൽ പൊണ്ണത്തടി എന്നുള്ളൊരു സിറ്റുവേഷൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ അടുത്ത പേഷ്യൻസ് വന്ന് ചോദിക്കുന്നത്, ഒരു വണ്ണം കൂടുതലല്ലേ, ഒരു കോസ്മെറ്റിക്, ഒരു കാണാൻ ഭംഗികേട് മാത്രമല്ലേ ഉള്ളൂ, അതിലുപരി വേറെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഈ ഒബിസിറ്റി കാരണം കൊണ്ടുണ്ടോ? ഒബീസിറ്റിയുടെ എണ്ണം കഴിഞ്ഞ ഒരു 5-10 വർഷങ്ങളായിട്ട് ഡബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. കുട്ടികളുള്ള ഒബീസിറ്റി ആണെങ്കിലും ഒക്കെ വളരെ കൂടുതലാണ്. ഈ ഒബീസിറ്റി നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു വണ്ണത്തടി എന്ന് മാത്രം കാണുന്നെങ്കിൽ അതൊരു ടിപ്പ് ഓഫ് ഐസ്ബർഗ് ആണ്. നമ്മളെന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐസ് കട്ട വെള്ളത്തിൽ പൊങ്ങി കിടക്കും, നമ്മളൊരു ഭാഗം, അത് 1/10 ഭാഗം മാത്രമേ നമ്മൾ കാണുള്ളൂ, ബാക്കി 9/10 ഭാഗം വെള്ളത്തിൻ്റെ അടിയിലാണ്. ഇപ്പോൾ നമ്മളൊരാളുടെ വെയിറ്റിനെ പറ്റി പറയുന്നു, അയാൾ വണ്ണം കൂടുതലാണ്, പക്ഷേ അതിനും നമ്മൾ കാണാത്ത എത്രയോ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അയാൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ഷുഗർ, കൊളസ്ട്രോൾ വരുന്ന അബ്നോർമാലിറ്റി, ഹാർട്ടിൽ വരുന്ന വിഷയങ്ങൾ, സ്ട്രോക്ക് വരാനുള്ള സാധ്യതകൾ, കുറേ ആളുകൾക്ക് ഫാറ്റി ലിവർ വന്ന് ലിവർ ഡിസീസ് വരും. പിന്നെ സ്ത്രീകൾക്ക് പലപ്പോഴും പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്ന പല പ്രശ്നങ്ങളും ഈ ഒബീസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. വെറും വെയിറ്റുമായി ബന്ധപ്പെട്ടൊരു കാര്യം മാത്രമല്ല, ഇതൊരു ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരവസ്ഥയാണ് ഇത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഇതുവരെ അതിനെപ്പറ്റി അഡ്രസ്സ് ചെയ്യപ്പെട്ട അതൊരു കാര്യമാണ്, പലതരം ക്യാൻസറുകൾ ഈ ഒബീസിറ്റി, തടി കൂടുതലുള്ള ആൾക്കാർക്ക് ഒത്തിരി ക്യാൻസറുകൾ വരാനുള്ള സാധ്യതകൾ. വൻകുടൽ വരുന്ന ക്യാൻസർ, കൊളോണിക് ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അങ്ങനെ ഒത്തിരി ക്യാൻസറുകളും കൂടി ഈ ഒബീസിറ്റി, തടി കൂടുതലുള്ള ആൾക്കാർക്ക് വരാൻ സാധ്യതയുണ്ട്. അതിലേക്ക് കുറച്ചുകൂടി പോയിന്റ്സ് ആഡ് ചെയ്യാനുള്ള സാർ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ്, ക്യാൻസർ എന്ന് പറഞ്ഞപ്പോഴേ ഒരുപാട് പേഷ്യൻസ്, ഒരു 100 പേഷ്യൻസ് നമ്മൾ എടുത്തപ്പം അതിൽ ഏകദേശം 40 പേഷ്യൻസ് ക്യാൻസറായി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ. 40 പേരുടെയും കാരണം ഡയറക്ട്ലി ലിങ്ക് ടു ഒബിസിറ്റി ആയിരുന്നു. അപ്പോൾ ഒബിസിറ്റി ക്യാൻ കോസ് ക്യാൻസർ, അതൊരു വലിയൊരു മെസ്സേജ് ആണ് ആക്ച്വലി. അപ്പം ഇത് ആക്ച്വലി റിവേഴ്സിബിൾ ആണെന്നുള്ളത് അതിൻ്റെ ഒരു പോസിറ്റീവ് പോയിന്റ് ആണ്. ഒരാൾ ഏകദേശം ഒരു 10 കിലോ കൂടുകയാണെങ്കിൽ അയാൾ എക്സേർട്ട് ചെയ്യുന്ന ഓരോ ജോയിന്റിൽ, കാലിന് മുട്ട് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അത് 4 ഇരട്ടിയാണ്. അതായത് 10 കിലോ അയാൾ കൂടിയിട്ടുണ്ടെങ്കിൽ 40 കിലോ എക്സ്ട്രാ ഓരോ കാൽമേലും അയാൾ നടക്കുമ്പോഴോ കയറ്റം കയറുമ്പോഴൊക്കെ അത് ഉണ്ടാവുന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. ഡോക്ടർ പ്രദീപിനോട് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് പൊണ്ണത്തടി എനിക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുക? ഹൗ ക്യാൻ വി ഡയഗ്നോസ് ഒബിസിറ്റി? സാറിന് നമ്മളെ മുമ്പിൽ ഒരാളെ കാണുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അവരുടെ അപ്പിയറൻസ് ആണ്, അവർ തടിയുണ്ടോ കൂടുതലാണോ എന്നുള്ളത് നമുക്കൊരു ഏകദേശ ഐഡിയ കിട്ടും. പക്ഷേ നമ്മൾ സയൻറ്റിഫിക്കായിട്ട്, നമ്മൾ ശാസ്ത്രീയമായിട്ട് അതല്ല ചെയ്യുക, നമ്മളത് ഒരു മെഷർമെൻ്റ് എടുത്തിട്ടാണ് അത് ചെയ്യുക. ഒരു ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. അതായത് നമ്മളെ ഹൈറ്റും നമ്മുടെ വെയിറ്റും തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷനാണ്. വെയിറ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ, അതാണ് അതിൻ്റെ ഫോർമുലയാണ്. നമ്മളത് എഴുതി കൂട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മളെ പ്ലേ സ്റ്റോറിലും നമ്മളെ ഫോണിലൊക്കെ ഇഷ്ടം പോലെ ആപ്പ് ഉണ്ട്. നമ്മളെ ഹൈറ്റ് വെയിറ്റ് എല്ലാം അടിച്ചു കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ വേൾഡ് വൈഡ്, ഇൻ്റർനാഷണലി എല്ലായിടത്തും നമ്മളത് ഒരാൾക്ക് ഓവർ വെയിറ്റ് ആണോ ഒബീസ് ആണോ എല്ലാം നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പല കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് നോർമൽ വെയിറ്റ്, ഓവർ വെയിറ്റ്, ഒബീസിറ്റി, പിന്നെ വളരെ ഒബീസ് ആയിട്ടുള്ള മോർബിഡ് ഒബീസിറ്റി എന്നുള്ള അങ്ങനെ ഒരു ക്ലാസ്സാണ് അതിൽ വരുന്നത്. ഇന്ത്യയിലും അല്ലെങ്കിൽ ഏഷ്യയിലുള്ള ആൾക്കാരൊക്കെ കുറച്ചുകൂടി വിസറൽ ഫാറ്റ് കുറച്ചും കൂടി കൂടാണ്. അതായത് നമ്മുടെ
ഈ ആന്തരവ അവയവങ്ങളുടെ ചുറ്റുമുള്ള ഫാറ്റ് കുറച്ചും കൂടി കൂടുതലാണ്. അപ്പോൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഏഷ്യയിലുള്ള ബാക്കി ആൾക്കാരെല്ലാം കുറച്ചും കൂടി പ്രോണാണ് ഇതേമാതിരി കോംപ്ലിക്കേഷൻ വരാൻ. അവർക്ക് ചിലപ്പോൾ വെസ്റ്റേൺ സ്റ്റാൻഡേർഡിൻ്റെ അത്രയും വേണ്ടി വരില്ല, അത്രയും തടി വേണ്ട, അതിലും കുറച്ച് തടി വന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷൻ വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഏഷ്യൻ പോപ്പുലേഷൻ അവർ വേറെ തന്നെ കുറച്ച് മെഷർമെൻറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഒരു BMI നോർമൽ എന്ന് പറയുന്നത് 18 തൊട്ട് 23 വരെയാണ്, 25 അല്ല, 23 വരെയാണ്. അപ്പോൾ 23 കൂടിയാൽ തന്നെ നമുക്ക് കോംപ്ലിക്കേഷൻസ്, അത് റിസ്ക് വരാനുള്ള, അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓവർ വെയിറ്റ് എന്ന് പറയുന്നത് 23 തൊട്ട് 25 വരെയാണ്. അപ്പം അത് ആയി തന്നെ നമ്മൾ അത് വന്നാൽ തന്നെ നമ്മൾ വെയിറ്റ് കൂടി എന്നാണ് അർത്ഥം. പക്ഷേ ഇതേ പ്രപ്പോർഷൻ കുട്ടികൾക്ക് വരണമെന്നില്ല. ഇത് 18 ഇയേഴ്സ് 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ ഈ കണക്കുകൾ എല്ലാം പറയുന്നത്. ഇപ്പോൾ BMI വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഒരാൾക്ക് BMI കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് റിസ്ക് ഉണ്ടോ ഇല്ല എന്നുള്ള മനസ്സിലാവും. കുറച്ച് ഇമ്പോർട്ടൻറ്റ് വെറുതെ ഒരു ഹാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ നോക്കിയിട്ട് നേരെ നിന്നിട്ട് നിങ്ങൾക്ക് താഴെ നോക്കിയിട്ട് നിങ്ങളെ കാല് കാണാൻ പറ്റുന്നില്ലെങ്കിൽ, വയറ് കാരണം കൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ യു ആർ ഓവർ വെയിറ്റ് എന്നുള്ള ഒരു കാര്യം ആണെന്നുള്ളതാണ്. BMI ആണ് മാനദണ്ഡം. ഓവർ വെയിറ്റ് ആണോ ഒബീസ് ആണോ റിസ്ക് ഉണ്ടോ എന്ന് പറയുന്നത്. BMI മാത്രമാണോ മാനദണ്ഡം, അല്ലെങ്കിൽ ഇതിൽ വേറെയും അളവുകോലുകളുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഏഷ്യൻ പോപ്പുലേഷൻസിലൊക്കെ BMIനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയപ്പെടുന്നത് നമുക്ക് മറ്റ് ചില മെഷർമെൻറ്റുകളാണ്. നമ്മളെ ഈ പോപ്പുലേഷൻസ് കൂടുതൽ നേരത്തെ പ്രദീപ് സൂചിപ്പിച്ച മാതിരി തന്നെ വിസറൽ ഫാറ്റുകൾക്ക് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതന്നെ അവർക്ക് വെയിറ്റ് ഒന്നും അധികം ഇല്ലെങ്കിൽ തന്നെ അവരുടെ സെൻട്രൽ ഒബീസിറ്റി എന്ന് പറയും. അതായത് അവർക്ക് എന്താ പറയുക, അവരുടെ ബേസിക്കലി അവരുടെ ഷേപ്പിന് പ്രത്യേകത ആപ്പിൾ ഷേപ്ഡ് എന്ന് പറയും. അപ്പം അത് എന്ന് കഴിഞ്ഞാൽ കാര്യമായിട്ട് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ട് അബ്ഡോമിനൽ ഭിത്തിയിലും വിസറയിലും ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ്. അത് ശരിക്കും മിസ് ചെയ്യാൻ പാടില്ല. BMI കൂടുതലായതുകൊണ്ട് അവർ ഒബീസ് ആണെന്ന് ഓവർ ഡയഗ്നോസിങ് ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ചില മെഷർമെൻറ്റുകളുണ്ട്. ഈ അബ്നോർമാലിറ്റി ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞ സെൻട്രൽ ഒബീസിറ്റിയും അതിൻ്റെ കൂടെ ഉണ്ടാവുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസും അവർക്ക് ഈവൻ കൊറോണറി ഹാർട്ട് ഡിസീസ് ഉണ്ടാവാനുള്ള കാര്യങ്ങളും വളരെ കൂടുതലാണ്. മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും. ഇതൊന്നും മെഷർ ചെയ്തില്ലേ. ഇപ്പം BMI നോക്കിക്കഴിഞ്ഞാൽ പലരുടെയും 22, 23 ഒക്കെ ഉണ്ടാവുള്ളൂ മെലിഞ്ഞിരിക്കുന്ന ആൾക്ക്. അപ്പോൾ അവർക്ക് കുടവയറുണ്ടാവുകയും ചെയ്യും. അവർക്ക് അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് കൂടുതൽ. അവർ വളരെ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ എന്നാൽ വളരെ മെലിഞ്ഞിരിക്കുന്നു എന്നുള്ള വിചാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പലർക്കും ഈ പറഞ്ഞ മെഷർമെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ, കാരണം നമ്മുടെ വേസ്റ്റ് സർക്കംഫറൻസ് അല്ലെങ്കിൽ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ ഇത്തരം കാര്യങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നമ്മളത് അവരുടെ ഒബീസിറ്റിയും അവർക്ക് മെറ്റബോളിക് പ്രോബ്ലംസ് വരാനുള്ള റിസ്ക്കും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എൻ്റെ ഫാമിലിയിൽ എന്നെക്കാട്ടിയും ഹൈറ്റും വെയിറ്റുള്ള ആൾക്കാരുണ്ട്, അവർക്കൊന്നും വലിയ അസുഖങ്ങളില്ല, എനിക്ക് വന്നു എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയാണത്. അവർക്കൊക്കെ വിസറൽ ഫാറ്റ് എന്ന് പറയുന്ന ഓർഗൻസിന് ചുറ്റുമുള്ള ലിവറിനും പാങ്ക്രിയാസിനും ചുറ്റുമുള്ള ഫാറ്റ് കൂടുതലാണെന്നുള്ളതാണ്. അത് അളക്കാനുള്ള ഒരു വൺ ഓഫ് ദി ഇൻഡയറക്റ്റ് വേസ് ആണ് ഈ വേസ്റ്റ് സർക്കംഫറൻസോ അല്ലെങ്കിൽ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന സോഷ്യൽ മീഡിയയിലോ എല്ലാം ഇതിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളത്. എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസും എന്താണ് ഒബിസിറ്റി ആയിട്ടുള്ള ബന്ധം എന്നുള്ളതൊന്ന് സാർ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ഓഡിയൻസിന് ഉപകാരപ്പെടും. ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ്. സാധാരണ ഇൻസുലിൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഷുഗർ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യുക, കുറക്കുക എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ വാക്കിലുള്ളത് മാതിരി തന്നെ അതിനുള്ള ഒരു പ്രതിരോധം, അതിൻ്റെ ആക്ഷൻസ് പ്രതിരോധിക്കുക. അതിൻ്റെ ആക്ഷൻസ് എവിടെയാണോ വേണ്ടത് അവിടെ ആ ഒരു ഡോസ് ചെന്ന് കഴിഞ്ഞാൽ പക്ഷെ അതിന് അത്രയും ആക്ഷൻ ഇല്ലാതിരിക്കുക. അപ്പോൾ ഇൻസുലിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ കുറേ ഹോർമോണൽ ചേഞ്ചസ് വരും, മസിലിൽ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ലിവറിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊരു ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞ ഒരു ഇതാണ്, അതായത് ഗ്ലൂക്കോസിൻ്റെ അളവ് എപ്പോഴും കൂടിയിരിക്കും. അപ്പോൾ അത് ക്രമേണ അത് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒബേസിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കിപ്പോൾ ഡയബറ്റീസ് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒബേസിറ്റി അല്ലെങ്കിൽ PCOD അങ്ങനെ ഒരു അസുഖങ്ങൾ നിങ്ങൾക്ക് ഫാറ്റി ലിവർ വരാനൊക്കെ സാധ്യത ഉണ്ടെന്നുള്ള ഒരു മുന്നറിയിപ്പ് നമുക്ക് കൊടുക്കാനും നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് ഒന്നുകിൽ നമുക്കത് ഡിലേ ചെയ്യിക്കാം, അല്ലെങ്കിൽ നമുക്ക് വരുന്നത് തന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 കൊല്ലം കഴിഞ്ഞ് വരുന്ന നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ 20 കൊല്ലം കഴിഞ്ഞിട്ട്
ആയിട്ട് നമുക്ക് വൈകിപ്പിക്കാൻ പറ്റും. അതാണ് അതായത് ഒരു ഇൻഡയറക്റ്റ് വേ ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അറിയാൻ ഒരു ജനറൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കിടക്കണം, ക്ഷീണം അത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു സൂചന എന്നുള്ളതാണ്. അത് കൂടാതെ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്രേവിങ് എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. അതൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതൊക്കെ ബോഡിയിൽ കൂടുതലായിട്ട് ഇൻസുലിൻ ഉണ്ട്, പക്ഷെ അത് ആക്ട് ചെയ്യാൻ മാത്രമുള്ള ആക്ട് ചെയ്യുന്നില്ല, റെസിസ്റ്റന്റ് ആണെന്നുള്ളതിന്റെ സൂചനകളാണ്. അതാണ് പലരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം എന്നാണ്. നേരെ നമ്മൾ ഓപ്പോസിറ്റ് ആണ് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഭക്ഷണം കഴിച്ചാൽ ക്ഷീണം മാറുക, ആൾ ആക്റ്റീവ് ആവുക. പക്ഷെ പലരും ഭക്ഷണം കഴിച്ച് ഉള്ള ക്ഷീണം കൂട്ടിയിട്ടാണ് വരിക. അതൊരു സൂചനയാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതോ ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും എന്നുള്ളതാണ്. ഇതിന്റെ ഒക്കെ ഒരു പ്രത്യാഘാതം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർട്ടിന്റെ അസുഖം അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആ ഹോൾ ഫാമിലിന്റെ ചിലപ്പോൾ ബ്രെഡ് വിന്നർ ആയിരിക്കും. ആ ഹോൾ ഫാമിലിനെ നോക്കി നിൽക്കുന്ന ആൾ ചിലപ്പം ആളായിരിക്കും. ആൾക്കൊരു സ്ട്രോക്ക് വരിക, ഹാർട്ടിന്റെ ഒരു അസുഖം വരിക, വലിയൊരു സംഖ്യ ചികിത്സക്കൊക്കെ ചെലവാന്ന് പറയുന്നത് ആ ഒരു കുടുംബത്തിനെ തന്നെ തകർക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ നമുക്കത് പ്രിവെൻറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഈ ഓരോ അസുഖം ചികിത്സിക്കുന്നതിന് പകരം സെൻട്രൽ പ്രശ്നമായ ഒബിസിറ്റി, അമിതവണ്ണം ട്രീറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ആൾക്കാർ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ പച്ചവെള്ളം കുടിച്ചാലും വെയിറ്റ് കൂടുന്നു, എന്ത് ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല, ഭക്ഷണം കൺട്രോൾ ഉണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ വെയിറ്റ് കുറയുന്നില്ല. ഇതിന് കാരണം എന്തായിരിക്കും? അതേപോലെ തന്നെ ഇതിനെന്താണ് പ്രതിവിധി? എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നതും എന്നാൽ കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റാത്തതുമായിട്ടൊരു ചോദ്യമാണ്. കാരണം പലരും പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞാൻ അധികം ഒന്നും ഭക്ഷണം കഴിക്കുന്നില്ല, മറ്റേ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവർക്ക് അധികം ഇല്ല, എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെയാണ്, എൻ്റെ ഫ്രണ്ട്സ് വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ, നല്ലോണം കഴിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്, എന്നിട്ട് ആൾ വെയിറ്റ് കൂടി വരുന്നുണ്ട്. അത് അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പണ്ട് കാലങ്ങളിൽ ഒബീസിറ്റി കാണുന്ന സമയത്ത് എല്ലാവരും പറയുക, നീ നിൻ്റെ ഭക്ഷണം കുറക്ക്, എക്സസൈസ് ചെയ്യൂ, ഓടിക്കളിക്കൂ, ചാടിക്കളിക്കൂ, നിൻ്റെ തടി കുറഞ്ഞോളും. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ എല്ലാ പണികളും ചെയ്യുന്നുണ്ട്, ഞാൻ ഭക്ഷണം അധികം കഴിക്കുന്നില്ല, എന്നിട്ടും എൻ്റെ വെയിറ്റ് കുറയുന്നില്ല. എന്തുകൊണ്ട് വെയിറ്റ് കുറയുന്നില്ല? അതിന് ഒത്തിരി നമ്മുടെ ഓരോരോ വ്യക്തിക്കും നമ്മുടെ ഇപ്പം കാർബോഹൈഡ്രേറ്റിൻ്റെ ആണെങ്കിലും ഫാറ്റിൻ്റെ ആണെങ്കിലും പ്രോട്ടീൻ്റെ ആണെങ്കിലും മെറ്റബോളിസം ഓരോരുത്തരുടെ വിധത്തിലും പലതരത്തിലുള്ളൊരു ഹോമിയോസ്റ്റേസിസ് ആണ്. ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഹോമിയോസ്റ്റേസിസ്. ജെനറ്റിക് പ്രിഡിസ്പോസിഷൻ എന്തായാലും കാണും. ഒരേമാതിരി ഇപ്പോൾ ചില ആൾക്കാർക്ക് വളരെ മെലിഞ്ഞിരിക്കുന്നു, എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാൻ പറ്റുന്നു, ചില ആൾക്കാർ തടിച്ചിരിക്കുന്നു. ജനറ്റിക് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഡയറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എക്സസൈസ്, സെഡൻഡറി ഹാബിറ്റ്സ് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ ജനറ്റിക് ഫാക്ടേഴ്സ് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ തടിക്കുന്നുമില്ല, അതും വേറൊരു കാര്യങ്ങളാണ്. അപ്പോൾ എന്താണെന്ന് ഇതൊരു കൃത്യമായിട്ട് അങ്ങ് പിൻ പോയിന്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒരുപാട് കാരണങ്ങൾ മൾട്ടി ഫാക്ടോറിയൽ ആണെന്നുള്ളതിന്റെ സൂചനകൾ കൂടിയാണ്. ഒരു പേഷ്യന്റ് ഒ പിയിൽ വന്നപ്പം പറഞ്ഞൊരു കാര്യം, പുള്ളിക്കാരി ഭക്ഷണം വെയിറ്റ് ആണ് പ്രശ്നം. അപ്പോൾ പുള്ളിക്കാരിയോട് ഭക്ഷണം കുറക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത ഭക്ഷണത്തെക്കാട്ടിയും കുറവാണ് കഴിക്കുന്നത്. ഞാൻ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ എക്സസൈസിനെക്കാട്ടിയും കൂടുതൽ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട സാറ് പറഞ്ഞ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓഡിയൻസിന് അറിഞ്ഞിരുന്നത് നല്ലതാവും. രണ്ട് ടെർമിനോളജി. ഒന്ന് വാട്ട് ഇസ് നോൺ ആസ് ദ BMR, ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് നീറ്റ്, നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനസിസ്. BMR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇപ്പോൾ നമ്മൾ ശ്വാസം വലിക്കുന്നു, നമ്മൾ ഹാർട്ട് പമ്പ് ചെയ്യുന്നു, ബ്രെയിൻ വർക്ക് ചെയ്യുന്നു, ഇതിനൊക്കെ എനർജി വേണം. അപ്പോൾ ഒരു 60 to 70% നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഇതിലേക്ക് പോകും. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ എൻജിൻ, ഈ പ്രവർത്തനം വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും. അവർക്ക് ഭയങ്കരമായിട്ട് ഇതിന് ഒരുപാട് എനർജി ആവശ്യമുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അവർക്ക് അത്ര അങ്ങോട്ട് വെയിറ്റ് വെക്കില്ല. ചില ആൾക്കാർക്ക് കുറച്ച് എനർജി മതി, അപ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് വെയിറ്റ് വെക്കുന്ന ഒരു സ്ഥിതിവിശേഷം. രണ്ടാമത്തെ പോയിന്റ് നീറ്റ്, നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനസിസ് എന്ന് പറയുന്ന. ചില ആൾക്കാർ എപ്പോഴും ഒരു ആക്റ്റീവ് ആയിരിക്കും. അവർക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഫോൺ വിളിക്കുകയാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കണം, ഫിഡ്ജറ്റിങ്, കൈ കൊണ്ട് ഇങ്ങനെ കളിക്കുക, കാല് ടാപ്പ് ചെയ്തോണ്ട്. ചില ആൾക്കാർ കണ്ടല്ലോ കാലിങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ അതിനൊക്കെ ആക്ച്വലി കൂടുതൽ എനർജി പോകുന്നുണ്ടാണ്. അപ്പോൾ ആ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും അങ്ങനെ അങ്ങോട്ടേക്ക് വെയിറ്റ് വെക്കാതെ ഇരിക്കുന്ന ഒരു കാര്യം. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ടായിട്ട് ഒരു 3 കാര്യങ്ങൾ, ഈ വെയിറ്റ്, ഞാൻ പച്ചവെള്ളം പോലും കുടിച്ചിട്ട് വെയിറ്റ് വെക്കുന്നത് എന്താണെന്നുള്ളത് ചോദിക്കുന്നതിന് 3 കാര്യങ്ങൾ. സാർ നേരത്തെ പറഞ്ഞ ജനറ്റിക് ആണ്. ചില ആൾക്കാർക്ക് പ്രീഡിസ്പോസ്ഡ് ആണ്, അവർക്ക് എനർജി കൺസർവ് ചെയ്യാനുള്ള ഒരു തിയറിയാണ് സാറേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു സയന്റിസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ്, എന്തുകൊണ്ട് ഏഷ്യൻ, സർ പറഞ്ഞു 23 നമുക്കൊക്കെ ആക്ച്വലി കുറച്ച് വെയിറ്റ് മതി അപ്പോഴത്തേക്ക് നമുക്ക് അസുഖങ്ങൾ വരും. എന്തുകൊണ്ടാണെന്ന്, ഇന്ത്യൻസ് എന്തുകൊണ്ടാണ് ഇത്ര പ്രീഡിസ്പോസ്ഡ്? ഇപ്പോൾ കഴിഞ്ഞ 2500 വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഫാമിൻ, അതായത് ദാരിദ്ര്യം കാരണം കൊണ്ട് എപ്പോഴാണോ ഭക്ഷണം കിട്ടുന്നത് അതൊക്കെ പോയിട്ട് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം, അങ്ങനത്തെ ഒരു ജെനറ്റിക്സ് ആണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നതൊക്കെ പോയിട്ട് സ്റ്റോർ ചെയ്ത് എനർജി സ്റ്റോർ ചെയ്തിട്ട് ആ എനർജി സ്റ്റോർ ചെയ്യുന്നത് പ്രശ്നമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം. പിന്നെ 3 കാര്യങ്ങൾ സാറേ ഈ എന്തുകൊണ്ട് വെയിറ്റ് കൂടുന്നുള്ളത്. ഒന്ന് സ്ലീപ്പാണ്. അഡിക്വേറ്റ് സ്ലീപ്പിൻ്റെ ഒരു പ്രശ്നം എന്തായാലും കുറേ ആൾക്കാർക്ക്. സ്ലീപ്പ് ആഡിക്വലി ഒരു 7 hours നിങ്ങൾ ഉറങ്ങുന്നില്ലെങ്കിൽ നമ്മൾ ഹോർമോൺസ് ഉണ്ട് നമ്മൾ ശരീരത്തിന് ഭക്ഷണം കഴിക്കാൻ, ഗ്രലിൻ ഭക്ഷണം കഴിക്കാൻ തോന്നും, ലെപ്റ്റിൻ ഭക്ഷണം മതി എന്നുള്ള തോന്നുന്ന പല ഹോർമോൺസിൽ ഇംബാലൻസ് വരും. അപ്പോൾ ഇങ്ങനത്തെ സ്ലീപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഈറ്റിങ്ങിനൊക്കെ സാധ്യതകൾ കൂടുതലാണ്, ഒബിസിറ്റിയിലേക്ക് എത്തിപ്പെടുക. രണ്ടാമത്തെ സ്ട്രെസ്സാണ്. സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ കോർട്ടിസോൾ കൂടും. കോർട്ടിസോൾ ഇസ് ഡയറക്ട്ലി ലിങ്ക് ടു ഇൻസുലിൻ റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ഒബിസിറ്റി. 3 ഗട്ട്, നമ്മൾ വയറിലുള്ള ബാക്ടീരിയ, ചില ബാക്ടീരിയ ഭയങ്കരമായിട്ട് എനർജി എക്സ്ട്രാക്ട് ചെയ്യും, അതൊരു കാര്യം. ഇപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇപ്പോൾ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇതാണ് 3 കാര്യങ്ങൾ ആക്ച്വലി ഈ ഒരു ഒബിസിറ്റിയിലേക്ക്, അതായത് പച്ചവെള്ളം പോലും കുടിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടുന്നു, ശ്വാസം വലിച്ചാൽ വെയിറ്റ് കൂടുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ. സാറേ അപ്പോൾ നമുക്ക് ഇനി അടുത്തത് റിസ്ക് ഫാക്ടേഴ്സ്. ആരാണ്, എന്തുകൊണ്ടാണെന്നും ആരാണ് ഒബിസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടിയിലേക്ക് എത്തിപ്പെടുന്ന ആൾക്കാർ എന്നുള്ളത്, എന്താണ് റിസ്ക് ഫാക്ടേഴ്സ്, അതിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റുമോ? ഒബിസിറ്റിയുടെ കാരണം എന്ന് പറയുന്നത് നമുക്ക് പല കാരണങ്ങൾ എടുക്കാം. പക്ഷേ അതിൽ ഏറ്റവും ആദ്യം നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്, നമ്മളെ ഡയറ്റ്. അതാണ് അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഡയറ്റിൽ അതായത് കൂടുതൽ കാലറി ചെല്ലുക, നമ്മളെ ശരീരത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതിനേക്കാളും കൂടുതൽ കാലറി ഉള്ളിൽ ചെല്ലുക, അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ കൊഴുപ്പ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും അത് ആദ്യമായിട്ട് എടുക്കുക. അതായത് നമ്മൾ കൂടുതൽ കൊഴുപ്പ് കഴിക്കുന്നവരാണ് കൂടുതൽ തടി വെക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ധാരണ എന്ന് പറയുന്നത്. ബേസിക്കലി കൊഴുപ്പല്ല, നമ്മൾ അതിലും നമുക്ക് കൂടുതൽ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മുടെ സാധാരണ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്. കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ ഷുഗറും ഒരു വലിയ ഫാക്ടറാണ്. മധുരം, നമ്മൾ എത്രത്തോളം കൂടുതൽ മധുരം കഴിക്കുന്നു അത് ആർട്ടിഫിഷ്യൽ ഷുഗർ, നമ്മൾ മധുരം ആഡ് ചെയ്തുള്ള സാധനങ്ങളെല്ലാം കഴിക്കുന്നു, ഈവൻ ചോക്ലേറ്റ്, പേസ്ട്രി, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അൾട്ടിമേറ്റ്ലി എല്ലാം ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭക്ഷണ രീതി തന്നെയാണ് നമ്മൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണത്തിൻ്റെ കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ് എത്ര കൂടുതലെന്നോ, പ്രോട്ടീൻ എത്രയും കൂടുന്നോ പിന്നെ ഷുഗർ എത്ര കൂടുന്നോ അത്രയും നമ്മൾക്ക് റിസ്ക്, ഒബേസിറ്റി വരാനുള്ള റിസ്ക് ഉണ്ടെന്നാണ്. അതിൻ്റെ കൂടെയാണ് നമ്മൾ ബാക്കിയുള്ള ജങ്ക് ഫുഡ്സ്, അതേമാതിരിയുള്ള ഇപ്പോൾ ബർഗർ, പിസ്സ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എത്രത്തോളം കഴിക്കുന്നു. നമ്മളിപ്പോൾ വല്ലപ്പോഴും ഒന്ന് കഴിക്കുന്നത് അതൊരു മാറ്റർ ആവില്ല. പക്ഷേ നമ്മൾ കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് കഴിക്കുമ്പോൾ അത്രയും കാലറി, നമ്മളുടെ എക്സ്ട്രാ കാലറി നമ്മുടെ ശരീരത്തിലെത്തുകയും അത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റ് അങ്ങനെയുള്ള സാധനം നമുക്ക് കിട്ടുന്നത് വെജിറ്റബിൾസ്, അതേമാതിരി പിന്നെ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികളും അതാണ് ഫ്രൂട്ട്സ്. അത് രണ്ടുമാണ് നമുക്ക് ഇത് ഒബേസിറ്റിക്ക് എതിരായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്, ആൻറ്റി ഓക്സിഡൻസും. അത് വരുന്നത് തടയുന്നത് നമ്മുടെ ശരീരത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ്. ആ ഫുഡ് ഐറ്റംസ് കുറയുമ്പോൾ മറ്റത് കൂടുക, അതിനുണ്ട് നമ്മളുടെ പ്രൊപ്പോർഷൻ പോവുക. അതാണ് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. രണ്ടാമതുള്ളത് പിന്നെ എക്സസൈസ്, നമ്മൾ വ്യായാമത്തിൻ്റെ കുറവ്, അത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അതിപ്പോൾ വളരെ കൂടുതലാണ്. നമുക്ക് പല രീതിയിലും ചിലപ്പോൾ ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടാവില്ല. നമ്മളെ വർക്കിൻ്റെ കാര്യങ്ങൾ, നമ്മളെ ജോലിയുടെ കാര്യങ്ങൾ, നമ്മൾ ഓവർ ടൈമിന് വർക്ക് ചെയ്യേണ്ടി വരിക. ഇതെല്ലാം നമ്മളെ ഡെയിലി ഒരു 45 minutes to 1 hour നമുക്ക് ഒരു എന്തെങ്കിലും രീതിയിലുള്ള എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത അങ്ങനെയാണ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുക. നമ്മൾ എപ്പോഴും ഇരുന്നിട്ടുള്ള തന്നെ വർക്ക് ചെയ്യുക, മൂവ്മെൻറ്റ്സ് പിന്നെ നന്നായിട്ട് കുറയുക. പ്രത്യേകിച്ച് ഇപ്പോൾ IT ഫീൽഡിലും അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓവർ ട്രാൻസ്കോണ്ടിനെൻ്റലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ പാതിരാത്രി ആയിരിക്കും, രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ ആയിരിക്കും. അതേമാതിരി നമ്മൾ അബ്രോഡ് വിദേശത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഈവൻ ഗൾഫിൽ തന്നെ വർക്ക് ചെയ്യുന്ന പലരുടെയും ഷെഡ്യൂൾ എന്ന് പറയുന്നത് രാത്രി 10 മണി തൊട്ട് രാവിലെ 6 മണി വരെ, രാവിലെ 8 മണി വരെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ഭക്ഷണ രീതി എല്ലാം മാറും. അപ്പോൾ എക്സസൈസ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് പലതരം അസുഖങ്ങളും ഒബേസിറ്റിക്ക് കാരണമാകും. പലപ്പോഴും ആൾക്കാർ റിയലൈസ് ചെയ്യാറില്ല അമിതവണ്ണം ഇതുകൊണ്ടാണെന്നുള്ളത്. ഇപ്പോൾ മിക്ക ആൾക്കാരും അത് കരുതുന്നത് ചിലപ്പോൾ അവർ നന്നായിട്ട് കഴിച്ചുകൊണ്ടാണ് വണ്ണം കൂടിക്കൂടി വരുന്നത് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇതേമാതിരി തൈറോയിഡിൻ്റെ TSH വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് കൺട്രോൾ ചെയ്താൽ തന്നെ അവരുടെ വണ്ണം
കുറച്ച് കുറയും. അതേമാതിരി തന്നെയാണ് വണ്ണം, ഇവർക്കെല്ലാം ഡയബറ്റീസ് അങ്ങനത്തെ ഉള്ള അസുഖങ്ങൾ വരാൻ ഭയങ്കര പ്രോൺ ആയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ചിലപ്പോൾ വണ്ണം കൂടുതൽ ഉണ്ടാക്കാം. സ്ട്രെസ്സും വേറൊരു ഇതാണ്. സ്ട്രെസ്സും ഒരു ഉറക്കമില്ലായ്മ, അതേ നേരത്തെ ഈ വർക്ക് റിലേറ്റഡ് ആണ് ഉറക്കമില്ലായ്മ. പിന്നെ അങ്ങനെയുള്ള സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് ചില ആൾക്കാർ ഇപ്പോൾ ഡിപ്രഷനൊക്കെ വരുമ്പോൾ ഭക്ഷണം കൂടുതൽ കഴിക്കുക, അതേമാതിരി ഹോർമോണൽ ചേഞ്ചസ് വരിക, അത് ഉറക്കമില്ലാതിരിക്കുക, നമ്മൾ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ പറ്റാതെ വരിക. പിന്നെ നമ്മളെ അവൈക്ക് സ്ലീപ്പ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് മാറുക. അതായത് ഒരാഴ്ച നമ്മൾ രാത്രി വർക്ക് ചെയ്യുക, ഒരാഴ്ച പകൽ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ബ്രെയിൻ മൊത്തം കൺഫ്യൂസ്ഡാണ്. നമ്മളെ ഹോർമോണൽ എല്ലാം ബാലൻസ് പോവും. അതെല്ലാം നമ്മളെ അൾട്ടിമേറ്റ്ലി ഒബേസിറ്റി അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. പിന്നെ ആൽക്കഹോളും സ്മോക്കിങ്ങും കൂടെ കോൺട്രിബ്യൂഷനും ഒരു പരിധിവരെ കുറേ പേർക്ക് കോൺട്രിബ്യൂഷനും കൂടി ഉണ്ടെന്നാണ് കാണുന്നത്. ചിലവർ ആൽക്കഹോൾ സ്മോക്കിങ് എന്തായാലും ഉണ്ട്. ആൽക്കഹോള് ഒരു മോഡറേറ്റ് എമൗണ്ടിൽ ആൽക്കഹോൾ കഴിക്കുമ്പോൾ ഭക്ഷണത്തോടുള്ള അപ്പിറ്റൈറ്റ് കൂടുകയും കുറേ അധികം ഒബീസിറ്റി ഉണ്ടാകുന്നതും കാണുന്നുണ്ട്. ആൽക്കഹോളും സ്മോക്കിങ്ങും കുറച്ചൊരു അഡിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഈ ഡയറ്റിൻ്റെ കൂടെ തന്നെ. കാരണം കഴിക്കുന്നത് എന്താണെന്ന് അറിയെങ്കിൽ അപ്പിറ്റൈറ്റ് കൂടി വരുന്നു. അങ്ങനത്തെ അതും കൂടി ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് ആൽക്കഹോളിലുള്ള ഫാറ്റ് നമുക്ക് ശരീരത്തിന് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം ആൽക്കഹോളിൽ നിന്ന് ഫാറ്റ് കിട്ടുന്നു അത്രത്തോളം അത് അക്യുമുലേറ്റ് ചെയ്ത് ഇങ്ങനെ വരികയാണ് ചെയ്യുക. അപ്പോൾ ശരീരത്തിൽ അതൊന്നും അവിടുന്ന് ഡൈജസ്റ്റ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സാറേ നമുക്ക് അതിന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ജനറ്റിക് ഫാക്ടേഴ്സ്, ഇപ്പോൾ ഞാൻ ജനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ് ആണ് ഒബെസിറ്റിയോ അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ, ഇഫ് ദാറ്റ് ഈസ് ലോഡിങ് ദ ഗൺ, അതായത് ജനറ്റിക്സ് എനിക്കുണ്ട്, അത് ഗൺ ലോഡിങ് മാത്രമാണ്. ട്രിഗർ പുള്ള് ചെയ്യുന്നത് പല എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി ആ ഒരു പ്രശ്നമുള്ള ആള് ഞാൻ പോയിട്ട് ഉള്ള എല്ലാ ഡയറ്റിൽ ശ്രദ്ധിക്കുന്നില്ല, എക്സസൈസ് ഇല്ലെങ്കിൽ ദാറ്റ് പുൾസ് ദ ട്രിഗർ ആൻഡ് ദെൻ യു ഹാവ് ഓൾ ദോസ് എല്ലാ അസുഖങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. നമ്മൾ നേരത്തെ സംസാരിച്ച എല്ലാ അസുഖങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. സോ at the end of the day diet and exercise is very important എന്നുള്ളത്. I will go to that. അസുഖത്തിനുള്ളതുമായി തന്നെ നോൺ മോഡിഫയബിൾ റിസ്ക്കും മോഡിഫയബിൾ റിസ്ക്കും. ജനറ്റിക്സ് ഇസ് എ നോൺ മോഡിഫൈ, വി കാൻ ചേഞ്ച് ദ ജനറ്റിക്സ്. മോഡിഫയബിൾ റിസ്ക് നോൺ മോഡിഫയബിൾ റിസ്ക്. മോഡിഫയബിൾ റിസ്ക് നമ്മുടെ ഈ പറഞ്ഞ ഹാബിറ്റ്സ് മാത്രമാണ്. ഹാബിറ്റ്സും എക്സസൈസും ഡയറ്റും മാത്രമല്ലേ ഉള്ളൂ. എല്ലാ അസുഖത്തിലുള്ള നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് നമുക്കൊന്നും ചെയ്യില്ല. മോഡിഫയബിൾ റിസ്ക് ഫാക്ടറിലായിരിക്കണം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ടാർഗറ്റ്, പ്രിവെൻഷൻ ടാർഗറ്റ്. നമ്മൾ മോഡേൺ ലൈഫ് സ്റ്റൈലിന്റെ വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റും എക്സസൈസും പറഞ്ഞു. അത് കൂടാതെ അതിന്റെ കൂടെ തന്നെ വന്ന് നമ്മളെ സൗകര്യങ്ങളൊക്കെ എല്ലാം കൂടിയിട്ടുണ്ടെങ്കിലും അതിന്റെ കൂടെ തന്നെ ഒരു ബൈ പ്രൊഡക്റ്റായി വന്നൊരു സാധനമാണ് ഡിക്രീസ് സ്ലീപ്പ് കുറഞ്ഞു എന്നുള്ളതും സ്ട്രെസ് കൂടി എന്നുള്ളതും. അതേപോലെ തന്നെ നമ്മൾ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് നമ്മളെ ഗട്ട് മൈക്രോബയോമിലുള്ള വ്യത്യാസങ്ങൾ. ഇത് മൂന്നും ആക്ച്വലി കോൺട്രിബ്യൂട്ടിംഗ് ടു ഒബിസിറ്റി എന്നുള്ളൊരു കാര്യം കൂടിയാണ്.